നവ്യയുടെ 7ാം മാസ ചടങ്ങുകൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അനന്തപുരി. പുതിയ സാരിയൊക്കെ എടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് സുന്ദരിയായി ഒരുങ്ങിയിരിക്കുകയാണ് നവ്യ. നവ്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞു പോയ അഭി ഇതുവരെ എത്തിയിട്ടില്ല. അതേസമയം നന്ദു ചടങ്ങിന് വരുമോ ഇല്ലയോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനി. അനി. അതേപ്പറ്റി അവൻ നയനയോട് ചോദിക്കുന്നു. നന്ദു വരാൻ സാധ്യതയുണ്ടെന്ന് നയന പറഞ്ഞപ്പോൾ അനിക്ക് വലിയ സന്തോഷമായി. എന്നാൽ അനാമികയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്നും നീ നന്ദുവിനോട് അടുത്തിടപെടരുതെന്നും നയന അനിക്ക് ഉപദേശം കൊടുക്കുന്നു. അനി ഇപ്പോഴും നന്ദുവിനെ ഓർത്തിരിക്കുകയാണെന്ന് അവൾ ദേവയാനിയോട് പറഞ്ഞു. എങ്ങനെയും അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ എടുത്ത് മാറ്റണമെന്നും എങ്കിൽ മാത്രമേ അനി അനാമികയുമായി ചേർന്ന് പോകൂ എന്നും ദേവയാനി നയനയോട് സൂചിപ്പിക്കുന്നു. അതേസമയം അനന്തപുരിയിലേക്ക് നവ്യയുടെ 7ാം മാസ ചടങ്ങുകൾക്കായി പോകാനൊരുങ്ങുകയാണ് കനകയും ഗോവിന്ദനും നന്ദുവും. കനക നയനയും ദേവയാനിയും ഒന്നിച്ച കാര്യം നന്ദുവിനോട് പറഞ്ഞു. തനിക്ക് അതേപറ്റി ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നെന്നും എന്നാൽ ചേച്ചി ഇക്കാര്യം നമ്മളോട് പറയാത്തത് കൊണ്ട് നമുക്കും ഒന്ന് അഭിനയിക്കാമെന്ന് നന്ദു അമ്മയോട് പറയുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി അനന്തപുരിയിലേക്ക് ചടങ്ങിനായി പുറപ്പെടുന്നു. അതേസമയം നവ്യയ്ക്കായി ഒരാടപ്പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നൽകിയിരിക്കുകയാണ് മുത്തശ്ശി. സർവ്വമംഗളങ്ങളുടെയും കൂടി പോയി വരാൻ മുത്തശ്ശി നവ്യയെ ആശീർവദിക്കുന്നു. എന്നാൽ അത് കണ്ട് കുശുമ്പുമൂത്ത ജലജ ജാനകിയോട് നവ്യയെ പറ്റി അടക്കം പറയുകയാണ്. മുത്തശ്ശി നവ്യയ്ക്ക് ആഭരണങ്ങൾ നൽകിയത് അവർക്ക് 2 പേർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല.